വടക്കൻ കേരളത്തിലെ കാര്യം കൂടി പെട്ടെന്ന് നോക്കിയേക്കാം. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ്. പ്രസാദ്, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ ആകെ നമ്മൾ കണക്കിൽ പരിശോധിക്കുമ്പോൾ ഒരു 2 മുതൽ 5% വരെ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പം കോഴിക്കോട് നമുക്കറിയാവുന്ന പോലെ സംസ്ഥാനത്തെ ഏറ്റവും വലിയ പോളിംഗ് രേഖപ്പെടുത്തിയ കോഴിക്കോടുണ്ട്, പാലക്കാടുണ്ട്. അതിനൊപ്പം തന്നെ ഈ നമ്മൾ കാസർഗോട്ടേക്ക് വന്നാൽ എനിക്ക് 2021 70% അത് 2026 ആകുമ്പോഴത്തേക്കും 77%. അത് ഒരു വമ്പൻ ജമ്പ് നടത്തിയിരിക്കുന്നു. ത്രികോണ മത്സരം നടത്തിയ മഞ്ചേശ്വരത്തും സമാനമായ അവസ്ഥയിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നിരിക്കും. അപ്പോൾ പൊതുവെ വടക്കൻ കേരളത്തിന്റെ ഒരു തിരഞ്ഞെടുപ്പ് ചിത്രം എന്താണ് പ്രസാദ്? ഗുഡ് മോർണിംഗ് സതലക്ഷ്മി. നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടിയ കണക്ക് പ്രകാരം വടക്കൻ കേരളത്തിലെ 6 ജില്ലകളിൽ കുറവ് കണ്ണൂരാണ് എന്നുള്ളതാണ്. അതിനകത്ത് പല കൗതുകങ്ങളുമുണ്ട്, അത് വിശദമാക്കാം. ഇപ്പോൾ കണ്ണൂരിൽ കഴിഞ്ഞ തവണ 79% 79.87 ആയിരുന്നുവെങ്കിൽ ഇത്തവണ അത് 78.60 അവിടുത്തെ പോളിംഗ് ശതമാനമാണ് എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ മത്സരം നടന്നിട്ടുള്ള പയ്യന്നൂരാണെങ്കിലും തളിപ്പറമ്പിലാണെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ അവിടെ പോളിംഗ് കുറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസിന് സ്വാധീനമുള്ള ഇരിക്കൂറിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ ഒരു കാരണം? ഇപ്പോൾ CPM സ്വാധീനമുള്ള സ്ഥലമാണ് തളിപ്പറമ്പും പയ്യന്നൂരും, അവിടെ കുറയുന്നു. അതോടൊപ്പം തന്നെ ഇരിക്കൂരിലും കുറയുന്നു. ഒരുപക്ഷെ ഒരു LDF-ന്റെ ഒക്കെ ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് തളിപ്പറമ്പിൽ അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള CPM വന്നിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. പയ്യന്നൂരിലാണെങ്കിലും CPM വന്ന നേതാവ്, അവിടുത്തെ പ്രാദേശിക നേതാവാണ് സ്ഥാനാർത്ഥിയായി മാറിയിട്ടുള്ളത്. അപ്പം കോൺഗ്രസിന്റെ ഒരു വിഭാഗം ആളുകൾ അവിടെ നിന്ന് വോട്ട് ചെയ്യുന്നതിൽ നിന്ന് മാറി നിന്നിട്ടുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം കോൺഗ്രസിന്റെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് ഇരിക്കൂർ. അവിടെ വലിയ തോതിലുള്ള വോട്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കിനി ഓരോ ജില്ലകളിലേക്കും വളരെ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ കാസർഗോഡ് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മഞ്ചേശ്വരത്ത് നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട്. കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത്തവണ, അതായത് 2011 മുതൽ 2026 വരെയുള്ള തെരഞ്ഞെടുപ്പിനെ നോക്കുമ്പോൾ ഇത്തവണ തന്നെയാണ് ഏറ്റവും ശക്തമായ പോളിംഗ് നടന്നിട്ടുള്ളത്. 80.64 ആണ് ഇതുവരെയുള്ള കണക്ക് പ്രകാരം വന്നിട്ടുള്ളത്. അവിടെ നമുക്കറിയാം ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ്. മറ്റ് മണ്ഡലങ്ങളിലും പോളിംഗ് ശതമാനം കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പയ്യന്നൂരിലും അതോടൊപ്പം തന്നെ തളിപ്പറമ്പിലും കല്യാശ്ശേരിയിലും കുറഞ്ഞിട്ടുണ്ട്. നേരെ ഇരിക്കൂറിന് പറയുന്നത് പോലെ തന്നെയാണ് കല്യാശ്ശേരിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അവിടെ 76.99 ആണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലും, അതായത് 2011 മുതൽ 2011, 16, 21 തെരഞ്ഞെടുപ്പിലൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പയ്യന്നൂരിൽ അത് കുറവാണ്, കല്യാശ്ശേരിയിൽ അത് കുറവാണ് എന്നുള്ളതാണ് ഇപ്പോഴത്തത്. തളിപ്പറമ്പിലും അതിന് സമാനമായ സാഹചര്യം തന്നെയാണുള്ളത്. കഴിഞ്ഞ തവണത്തേക്കാൾ കുറവാണ്, പക്ഷേ 2016-നേക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ്. ഇരിക്കൂറിലേക്ക് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇത്തവണ കുറവാണ് എന്നുള്ളതാണ്. 74.32 ആണ്. കഴിഞ്ഞ തവണ അത് 77 ആയിരുന്നു. അതിനു മുമ്പെല്ലാം 78.79 ഒക്കെ ഉണ്ടായിരുന്ന അവിടെയാണ് ഈ കല്യാശ്ശേരി എന്ന് പറയുന്നത്. അവിടെയും ഇത്തവണ കുറവാണുള്ളത്. പിന്നീട് ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന നമുക്ക് കോഴിക്കോട്ടെ ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ 13 മണ്ഡലങ്ങളിൽ 11 ഇടത്തും 80% മുകളിൽ. ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത് കോഴിക്കോടാണ്. അതിൽ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പോളിംഗ് നടന്നത് കുന്ദമംഗലം മണ്ഡലത്തിലാണ് എന്നുള്ളതാണ്. അപ്പോൾ അവിടെയും ശക്തമായ മത്സരം നടക്കുകയാണ്. കുറ്റ്യാടി, അതോടൊപ്പം തന്നെ പേരാമ്പ്ര, നാദാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം, കൊയിലാണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ശക്തമായ മത്സരം നടക്കുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇത്രയും ശതമാനത്തിലുള്ള ഈ ഒരു വർധനവ് അതിൻ്റെ ഒരു കാരണമായി പറയുന്നത് SIR-ലുള്ള ഈ പരിഷ്കരണം തന്നെയാണ്. SIR വന്നതിന് ശേഷമുള്ള തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അതിനകത്ത് നിർജീവമായ വോട്ടുകൾ ഏറെക്കുറെയും പൂർണ്ണമായി ഒഴിവാക്കി എന്നുള്ളതാണ് അവകാശവാദം. പക്ഷേ ഏറെക്കുറെ ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടുകൂടിയാണ് ഈ പോളിംഗ് ശതമാനത്തിലെ വർധനവ് എന്നുള്ളത് കൂടി എടുത്തു പറയേണ്ടതുണ്ട്. 2 പാർട്ടികളും അക്കാര്യം സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ തവണത്തെ അത്രയും തന്നെ പോളിംഗ് ശതമാനമാണ് ഇത്തവണയും വന്നിട്ടുള്ളത്. വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് വലിയ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതൊരു വാദം LDF-ഉം UDF-ഉം ഒക്കെ പറയുന്നുണ്ട്. 2 കൂട്ടർക്കും അത് അവരുടെ വിജയപ്രതീക്ഷ നിലനിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഇനി മലപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ മലപ്പുറത്തും വേങ്ങരയൊക്കെ നല്ല രീതിയിൽ പോളിംഗ് വന്നിട്ടുണ്ട്. അതിൽ പിന്നെ തവനൂരാണെങ്കിലും അതോടൊപ്പം CPM നന്നായി മത്സരിക്കുന്ന തിരൂർ ഉൾപ്പെടെ തിരൂർ, തവനൂർ, പൊന്നാനി, പെരിന്തൽമണ്ണ തുടങ്ങിയതിലൊക്കെ നല്ല മികച്ച രീതിയിലുള്ള പോളിംഗ് വന്നിട്ടുണ്ട് എന്നുള്ളത് LDF-നെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. അവരെ ഒരു മികച്ച മത്സരം നടത്താൻ കഴിയുമെന്നൊരു പ്രതീതി അവർക്കുണ്ട്. അവരുടെ സിറ്റിംഗ് സീറ്റുകൾ കൂടി അവിടെ ആ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ്. പാലക്കാട്ടേക്ക് വന്നു കഴിഞ്ഞാൽ പാലക്കാട് മണ്ഡലം തന്നെയാണ് കഴിഞ്ഞ വളരെ ശ്രദ്ധേയകേന്ദ്രമായി നിൽക്കുന്നത്. അവിടെ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഏറ്റവും വലിയ പോളിംഗ് തന്നെയാണെന്നുള്ളത്. 71.59 ആണ്. മലമ്പുഴയിലും നല്ല രീതിയിലുള്ള പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ 6 ജില്ലകളിലും, നേരത്തെ വയനാടും വിട്ടുപോയി,
വയനാടും ഈ രീതിയിൽ തന്നെയാണുള്ളത്. അപ്പോൾ 6 ജില്ലകളിലും ശക്തമായ മത്സരം നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പോളിംഗ് വർധനവ് എന്ന് പറയുന്നത് 3 മുതൽ 5% വരെയാണ് പോളിംഗ് വർധനവ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവർ പറയുന്നത് പോലെ ഈ നിർജീവമായ വോട്ടുകൾ ഒഴിവാക്കിയതിന് ശേഷമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ വോട്ടിന്റെ എണ്ണത്തിൽ കഴിഞ്ഞ തവണ എത്രയാണോ വോട്ട് ചെയ്തിട്ടുള്ളത് ആ എണ്ണത്തിൽ വലിയ കാര്യമായ വർധനവ് ഉണ്ടായിട്ടില്ല. പക്ഷേ ശതമാനത്തിന്റെ വർധനവിന്റെ കാരണം ഇതാണ് എന്നുള്ളതാണ്. അപ്പോൾ ശരി, അപ്പൊ പറഞ്ഞ പോലെ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ